യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 22 അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒന്നാമത്തെ ചോദ്യം: ലൂക്കായുടെ സുവിശേഷം 22 അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളും ശീർഷകങ്ങളുമുണ്ട്? ഉത്തരം: 71 വാക്യങ്ങളും 11 ശീർഷകങ്ങളും. യേശുവിനെ വധിക്കാൻ ഗൂഢാലോചന എന്ന ശീർഷകത്തിന്റെ അധ്യായവും വാക്യങ്ങളും ഏതാണ്? ഉത്തരം: ലൂക്കായുടെ സുവിശേഷം 22 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ലൂക്ക 22:1 പെസഹ എന്ന് വിളിക്കപ്പെടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ അടുത്തു. ലൂക്കായുടെ സുവിശേഷം 22 അധ്യായം 1 വാക്യത്തിൽ ഏത് തിരുനാൾ അടുത്തു എന്നാണ് പറയുന്നത്? ഉത്തരം: പെസഹ എന്ന് വിളിക്കപ്പെടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ. ലൂക്ക 22:2 പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു, പക്ഷേ അവർ ജനങ്ങളെ ഭയപ്പെട്ടു. യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നവർ ആരാണ്? ഉത്തരം: പുരോഹിതന്മാരും നിയമജ്ഞരും. പുരോഹിതന്മാരും നിയമജ്ഞരും എന്താണ് അന്വേഷിച്ചു കൊണ്ടിരുന്നത്? ഉത്തരം: യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന്. പുരോഹിതന്മാരും നിയമജ്ഞരും ആരെയാണ് ഭയപ്പെട്ടത്? ഉത്തരം: ജനങ്ങളെ. പുരോഹിതന്മാരും നിയമജ്ഞരും ജനങ്ങളെ ഭയപ്പെട്ടു. ലൂക്ക 22:3 12 പേരിൽ ഒരുവനും സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവനുമായ യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു. സാത്താൻ ആരിലാണ് പ്രവേശിച്ചത്? ഉത്തരം: 12 പേരിൽ ഒരുവനും സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവനുമായ യൂദാസിൽ. എങ്ങനെയാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കേണ്ടത് എന്ന് യൂദാസ് ആരോട് എങ്ങനെയാണ് ആലോചിച്ചത്? ഉത്തരം: പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് അവരോട്. പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് അവരോട്. യേശുവിനെ എങ്ങനെയാണ് ഒറ്റിക്കൊടുക്കേണ്ടത് എന്ന് ആലോചിക്കാൻ യൂദാസ് ആരെയാണ് സമീപിച്ചത്? ഉത്തരം: പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും. പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും. ലൂക്ക 22:5 അവർ സന്തോഷിച്ച് അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ആർക്കാണ് സന്തോഷിച്ച് പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തത്? ഉത്തരം: പുരോഹിത പ്രമുഖന്മാരും സേനാധിപന്മാരും യൂദാസിന്. പുരോഹിത പ്രമുഖന്മാരും സേനാധിപന്മാരും യൂദാസിന് പണം കൊടുക്കാമെന്ന് സന്തോഷിച്ച് വാഗ്ദാനം ചെയ്തു. എപ്പോഴാണ് യേശുവിനെ ഒറ്റുകൊടുക്കാൻ യൂദാസ് അവസരം പാർത്തുകൊണ്ടിരുന്നത്? ഉത്തരം: ജനക്കൂട്ടമില്ലാത്തപ്പോൾ. ലൂക്ക 22:7 പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിനം വന്നു ചേർന്നു. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ അവസരം പാർത്തുകൊണ്ടിരുന്നപ്പോൾ ഏത് ദിനമാണ് വന്നു ചേർന്നത്? ഉത്തരം: പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിനം. ലൂക്ക 22:8 യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ. പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവാൻ യേശു ആരെയാണ് അയച്ചത്? ഉത്തരം: പത്രോസിനെയും യോഹന്നാനെയും. പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവാൻ യേശു പത്രോസിനെയും യോഹന്നാനെയുമാണ് അയച്ചത്. യേശു പത്രോസിനെയും യോഹന്നാനെയും എന്തിനാണ് അയച്ചത്? ഉത്തരം: പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവാൻ. യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത്? ഉത്തരം: നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ. നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ. ലൂക്ക 22:9 അവർ അവനോട് ചോദിച്ചു, ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് യേശുവിനോട് ചോദിച്ചത് ആരാണ്? ഉത്തരം: പത്രോസും യോഹന്നാനും. ലൂക്ക 22:10 അവൻ പറഞ്ഞു, ഇതാ നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക. ലൂക്ക 22:10 നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആരെ കാണുമെന്നാണ് യേശു പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞത്? ഉത്തരം: ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ വരുന്നവനെ. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ വരുന്നവനെ നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണും. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ ഒരുവൻ എപ്പോഴാണ് വരുന്നതെന്നാണ് യേശു പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞത്? ഉത്തരം: നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ. നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് യേശു പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞത്? ഉത്തരം: അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക. അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക. ലൂക്ക 22:11 ആ വീടിന്റെ ഉടമസ്ഥനോട് പറയുക, ഗുരു നിന്നോട് ചോദിക്കുന്നു, എന്റെ ശിഷ്യന്മാരോടുകൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ്? എന്റെ ശിഷ്യന്മാരോടുകൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണെന്ന് ആരോട് ചോദിക്കുവാനാണ് യേശു പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞത്? ഉത്തരം:
ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വന്നവൻ പ്രവേശിച്ച വീടിന്റെ ഉടമസ്ഥനോട് ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വന്നവൻ പ്രവേശിച്ച വീടിന്റെ ഉടമസ്ഥനോടാണ് എന്റെ ശിഷ്യന്മാരോട് കൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണെന്ന് ചോദിക്കേണ്ടത്. ലൂക്ക 22:12 സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും, അവിടെ ഒരുക്കുക. എവിടെ വിരുന്നൊരുക്കുവാനാണ് യേശു പത്രോസിനോടും യോഹന്നാനോടും ആവശ്യപ്പെട്ടത്? ഉത്തരം, ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വന്നവൻ പ്രവേശിച്ച വീടിന്റെ ഉടമസ്ഥൻ കാണിച്ചു കൊടുക്കുന്ന സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറിയിൽ. എപ്രകാരമുള്ള മുറിയിലാണ് പെസഹ വിരുന്നൊരുക്കുന്നത്? ഉത്തരം, സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറിയിൽ. സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറിയിൽ. ലൂക്ക 22:13 അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു, പെസഹ ഒരുക്കുകയും ചെയ്തു. അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടതിന് ശേഷം എന്താണ് ചെയ്തത്? ഉത്തരം, പെസഹ ഒരുക്കുകയും ചെയ്തു. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 3-ാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം, പുതിയ ഉടമ്പടി. പുതിയ ഉടമ്പടി 22-ാം അധ്യായത്തിലെ 3-ാമത്തെ ശീർഷകമാണ്. 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് ഈ ശീർഷകത്തിലുള്ളത്. ലൂക്ക 22:14 സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം അപ്പസ്തോലന്മാരും. ലൂക്ക 22:14 അനുസരിച്ച് അവൻ എപ്പോഴാണ് ഭക്ഷണത്തിനിരുന്നത്? ഉത്തരം, സമയമായപ്പോൾ. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നപ്പോൾ അവനോടൊപ്പം ഇരുന്നത് ആരാണ്? ഉത്തരം, അപ്പസ്തോലന്മാർ. സമയമായപ്പോൾ അവനോടൊപ്പം അപ്പസ്തോലന്മാരാണ് ഭക്ഷണത്തിനിരുന്നത്. ലൂക്ക 22:15 അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിനു മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. യേശു അത്യധികം ആഗ്രഹിച്ചത് എന്താണ്? ഉത്തരം, പീഡ അനുഭവിക്കുന്നതിനു മുമ്പ് അപ്പസ്തോലന്മാരോട് കൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന്. പീഡ അനുഭവിക്കുന്നതിനു മുമ്പ് ആരോടുകൂടെ പെസഹ ഭക്ഷിക്കണമെന്നാണ് യേശു അത്യധികം ആഗ്രഹിച്ചത്? ഉത്തരം, അപ്പസ്തോലന്മാരോട് കൂടെ. ലൂക്ക 22:16 ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല. ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ എന്ത് ഭക്ഷിക്കുകയില്ല എന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത്? ഉത്തരം, പെസഹ. എപ്പോൾ വരെ താൻ പെസഹ ഭക്ഷിക്കുകയില്ല എന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത്? ഉത്തരം, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ. ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ പെസഹ ഭക്ഷിക്കുകയില്ല. ലൂക്ക 22:17 അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിനു ശേഷം പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ. യേശു എന്തെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിന് ശേഷമാണ് ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ എന്ന് പറഞ്ഞത്? ഉത്തരം, പാനപാത്രം. പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിന് ശേഷം എന്താണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത്? ഉത്തരം, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ. ലൂക്ക 22:18 ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ താൻ എന്ത് ചെയ്യുകയില്ല എന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത്? ഉത്തരം, മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് പാനം ചെയ്യുകയില്ല. മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് പാനം ചെയ്യുകയില്ല. എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് യേശു മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് പാനം ചെയ്യുകയില്ലാത്തത്? ഉത്തരം, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ. ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് പാനം ചെയ്യുകയില്ല. എന്തു വരുന്നതുവരെയാണ് യേശു മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് പാനം ചെയ്യുകയില്ലാത്തത്? ഉത്തരം, ദൈവരാജ്യം. ലൂക്ക 22:19 പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്പമെടുത്ത് എങ്ങനെയാണ് യേശു അപ്പസ്തോലന്മാർക്ക് കൊടുത്തത്? ഉത്തരം, കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച്. കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ചാണ് യേശു അപ്പസ്തോലന്മാർക്ക് അപ്പമെടുത്ത് കൊടുത്തത്. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അപ്പസ്തോലന്മാർക്ക് കൊടുത്തുകൊണ്ട് എന്താണ് അരുളി ചെയ്തത്? ഉത്തരം, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ലൂക്ക 22:20 അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. അത്താഴത്തിന് ശേഷം അവൻ എന്താണ് അരുളി ചെയ്തത്? ഉത്തരം, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ലൂക്ക 22:20.
പെസഹ ഭക്ഷിക്കുന്നതിനിടെ യേശു എത്ര പ്രാവശ്യമാണ് പാനപാത്രം എടുത്തത്? ഉത്തരം 2 പ്രാവശ്യം. പെസഹ ഭക്ഷിക്കുന്നതിന് ഇടെ 2 പ്രാവശ്യമാണ് അവിടുന്ന് പാനപാത്രം ഉയർത്തിയത്. ഒന്ന് അപ്പം വാഴ്ത്തുന്നതിന് മുൻപും പിന്നീട് അപ്പം വാഴ്ത്തിയതിനു ശേഷവും. പൂരിപ്പിക്കുക. ഡാഷ് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ഉത്തരം ഈ പാനപാത്രം. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ലൂക്ക 22:21. എന്നാൽ ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവന്റെ കൈ എൻ്റെ അടുത്ത് മേശമേൽ തന്നെയുണ്ട്. നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു. പെസഹ ഭക്ഷിക്കുമ്പോൾ യേശുവിന്റെ അടുത്ത് മേശമേൽ തന്നെയുള്ള കൈ ആരുടേതാണ്? ഉത്തരം ഒറ്റിക്കൊടുക്കുന്നവന്റെ. ഒറ്റിക്കൊടുക്കുന്നവന്റെ കൈ എവിടെയാണ്? ഉത്തരം യേശുവിന്റെ അടുത്ത് മേശമേൽ തന്നെ. മനുഷ്യപുത്രൻ എപ്രകാരമാണ് പോകുന്നത്? ഉത്തരം നിശ്ചയിക്കപ്പെട്ടതുപോലെ. ലൂക്ക 22:22. എന്നാൽ അവനെ ആരൊറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന് ദുരിതം. ആർക്ക് ദുരിതമെന്നാണ് ലൂക്ക 22:22 പറയുന്നത്? ഉത്തരം അവനെ, അതായത് മനുഷ്യപുത്രനെ ആരൊറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന് ദുരിതം. അവനെ ആരൊറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന് ദുരിതം. ലൂക്ക 22:23. തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാനിരിക്കുന്നതെന്ന് അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി. തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാനിരിക്കുന്നതെന്ന് പരസ്പരം ചോദിക്കാൻ തുടങ്ങിയതാരാണ്? ഉത്തരം അപ്പസ്തോലന്മാർ. ലൂക്ക 22:24. തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കം അവരുടെ ഇടയിലുണ്ടായി. തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കം ആരുടെ ഇടയിൽ എപ്പോഴാണ് ഉണ്ടായത്? ഉത്തരം അപ്പസ്തോലന്മാരുടെ ഇടയിൽ പെസഹ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പസ്തോലന്മാരുടെ ഇടയിൽ പെസഹ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോഴാണ് തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കമുണ്ടായത്. ലൂക്ക 22:25. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, വിജാതിയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു. തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു. വിജാതിയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു. തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു എന്ന് യേശു ആരോട് എപ്പോഴാണ് പറഞ്ഞത്? ഉത്തരം അപ്പസ്തോലന്മാരോട്. തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് അവർ തർക്കിച്ചപ്പോൾ. വിജാതിയരുടെ മേൽ ആരാണ് ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നത്? ഉത്തരം അവരുടെ രാജാക്കന്മാർ. വിജാതിയർ ആരെയാണ് ഉപകാരികളായി കണക്കാക്കുന്നത്? ഉത്തരം തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ. തങ്ങളുടെ മേൽ അധികാരമുള്ളവരെയാണ് വിജാതിയർ ഉപകാരികളായി കണക്കാക്കുന്നത്. തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ വിജാതിയർ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഉത്തരം ഉപകാരികളായി. ലൂക്ക 22:26. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്. എങ്ങനെ ആയിരിക്കരുതെന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറയുന്നത്? ഉത്തരം തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ ഉപകാരികളായി കണക്കാക്കുന്ന വിജാതിയരെ പോലെ ആകരുത്. നിങ്ങൾ എങ്ങനെയായിരിക്കണം എന്നാണ് പെസഹ ഭക്ഷിച്ചതിന് ശേഷം തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് തർക്കിച്ച അപ്പസ്തോലന്മാരോട് യേശു പറഞ്ഞത്? ഉത്തരം നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. ശുശ്രൂഷകനെ പോലെ ആയിരിക്കേണ്ടത് ആരാണ്? ഉത്തരം അധികാരമുള്ളവൻ. ലൂക്ക 22:27. ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലേ. ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. യേശു അപ്പസ്തോലന്മാരുടെ ഇടയിൽ ആരെ പോലെയാണ്? ഉത്തരം പരിചരിക്കുന്നവനെ പോലെ. ലൂക്ക 22:28. എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. യേശുവിന്റെ പരീക്ഷകളിൽ അവനോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാരാണ്? ഉത്തരം അപ്പസ്തോലന്മാർ. ലൂക്ക 22:29. എന്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു. തന്റെ പിതാവ് തനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ താൻ ആർക്കാണ് രാജ്യം നൽകുന്നത്? ഉത്തരം അപ്പസ്തോലന്മാർക്ക്. യേശു അപ്പസ്തോലന്മാർക്കാണ് രാജ്യം നൽകുന്നത്. ലൂക്ക 22:30. അത് നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി അത്രേ. എന്തിനു വേണ്ടിയാണ് യേശു അപ്പസ്തോലന്മാർക്ക് രാജ്യം നൽകുന്നത്? ഉത്തരം അപ്പസ്തോലന്മാർ യേശുവിന്റെ രാജ്യത്തിൽ യേശുവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി. എവിടെ ഇരുന്നാണ് അപ്പസ്തോലന്മാർ ഇസ്രായേലിലെ ഗോത്രങ്ങളെ വിധിക്കുന്നത്?
ഉത്തരം സിംഹാസനങ്ങളിൽ. അപ്പസ്തോലന്മാർ സിംഹാസനങ്ങളിൽ ഇരുന്ന് ആരെയാണ് വിധിക്കുന്നത്? ഉത്തരം ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ. പത്രോസ് ഗുരുവിനെ നിഷേധിക്കും എന്ന ശീർഷകത്തിന്റെ അധ്യായവും വാക്യങ്ങളും ഏതാണ്? ഉത്തരം ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ഇത് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിലെ 5-ാമത്തെ ശീർഷകവുമാണ്. ലൂക്ക 22:31. ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. ലൂക്ക 22:31 യേശു ആരോടാണ് സംസാരിക്കുന്നത്? ഉത്തരം ശിമയോനോട്. സാത്താൻ ആരെയാണ് ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചത്? ഉത്തരം അപ്പസ്തോലന്മാരെ. ലൂക്ക 22:32. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. ആരുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടിയാണ് യേശു പ്രാർത്ഥിച്ചത്? ഉത്തരം ശിമയോന്റെ. ശിമയോൻ തിരിച്ചു വന്ന് ആരെയാണ് ശക്തിപ്പെടുത്തേണ്ടത്? ഉത്തരം സഹോദരരെ. ശിമയോൻ തിരിച്ചു വന്ന് സഹോദരരെ ശക്തിപ്പെടുത്തണം. ലൂക്ക 22:33. ശിമയോൻ പറഞ്ഞു, കർത്താവെ, നിന്റെ കൂടെ കാരാഗൃഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. കർത്താവെ, നിന്റെ കൂടെ കാരാഗൃഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. കർത്താവിന്റെ കൂടെ കാരാഗൃഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും തയ്യാറായിരിക്കുന്നത് ആരാണ്? ഉത്തരം ശിമയോൻ. ലൂക്ക 22:34. അവൻ പറഞ്ഞു, പത്രോസെ, ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ അറിയുകയില്ല എന്ന് 3 പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി കൂവുകയില്ല. കോഴി കൂവുന്നതിന് മുമ്പ് പത്രോസ് യേശുവിനെ എത്ര പ്രാവശ്യം നിഷേധിച്ച് പറയും? ഉത്തരം 3 പ്രാവശ്യം. ലൂക്ക 22:35. അനന്തരം അവൻ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ മടിശീലയോ ഭാണ്ഡമോ ചെരുപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ? അവർ പറഞ്ഞു, ഒന്നിനും കുറവുണ്ടായില്ല. എപ്പോഴാണ് അപ്പസ്തോലന്മാർക്ക് ഒന്നിനും കുറവുണ്ടാകാതിരുന്നത്? ഉത്തരം മടിശീലയോ ഭാണ്ഡമോ ചെരുപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ. ലൂക്ക 22:36. അവൻ പറഞ്ഞു, എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അതെടുക്കട്ടെ, അതുപോലെ തന്നെ ഭാണ്ഡവും. വാളില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ. അപ്പസ്തോലന്മാർ എന്തൊക്കെയാണ് കരുതേണ്ടത്? ഉത്തരം പണവും വാളും. അപ്പസ്തോലന്മാർ പണവും വാളും കരുതണം. വാളില്ലാത്തവൻ എന്തു ചെയ്യണം? ഉത്തരം സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങണം. മടിശീലയും ഭാണ്ഡവുമുള്ളവർ എന്തു ചെയ്യണം? അതെടുക്കണം. ലൂക്ക 22:37. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് എന്നിൽ നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകേണ്ടതാണ്. എന്ത് നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു എന്നാണ് ലൂക്ക 22:37 യേശു പറയുന്നത്? ഉത്തരം, അവൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു. അവൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു. ഏശയ്യാ 53:12 ശക്തരോടുകൂടെ അവൻ കൊള്ള മുതൽ പങ്കിടും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്ക 22:38. അവർ പറഞ്ഞു, കർത്താവെ, ഇതാ ഇവിടെ 2 വാളുണ്ട്. അവൻ പറഞ്ഞു, മതി. കർത്താവെ, ഇതാ ഇവിടെ 2 വാളുണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം അപ്പസ്തോലന്മാർ. ലൂക്ക 22:39. അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി. എവിടെ നിന്നാണ് അവൻ പുറത്തു വന്നത്? ഉത്തരം സജ്ജീകരിക്കപ്പെട്ട മാളിക മുറിയിൽ നിന്ന്. പെസഹ ഭക്ഷണത്തിന് ശേഷം സജ്ജീകരിക്കപ്പെട്ട മാളിക മുറിയിൽ നിന്നാണ് അവൻ പുറത്തു വന്നത്. യേശു പുറത്തു വന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയപ്പോൾ അവനെ പിന്തുടർന്നത് ആരാണ്? ഉത്തരം ശിഷ്യന്മാർ. ലൂക്ക 22:40. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. എവിടെ എത്തിയപ്പോഴാണ് അവൻ ശിഷ്യരോട് നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞത്? ഉത്തരം ഒലിവുമലയിൽ. നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ എന്ന് യേശു ഒലിവുമലയിൽ വെച്ച് ആരോടാണ് പറഞ്ഞത്? ഉത്തരം ശിഷ്യന്മാരോട്. ലൂക്ക 22:41. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണു പ്രാർത്ഥിച്ചു. അവൻ അവരിൽ നിന്ന് എത്ര ദൂരം മാറിയാണ് മുട്ടിന്മേൽ വീണു പ്രാർത്ഥിച്ചത്? ഉത്തരം ഒരു കല്ലേറ് ദൂരം. ഒലിവുമലയിൽ എത്തിയ യേശു എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ഉത്തരം ശിഷ്യന്മാരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ്. ലൂക്ക 22:42. പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ എന്നിൽ നിന്ന് എന്തകറ്റണമേ എന്നാണ് യേശു പ്രാർത്ഥിച്ചത്? ഉത്തരം ഈ പാനപാത്രം. ലൂക്ക 22:43. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു.
അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് എപ്പോഴാണ് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടത്? ഉത്തരം: പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ. ലൂക്ക 22:44. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ എപ്പോഴാണ് നിലത്തു വീണത്? ഉത്തരം: അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചപ്പോൾ. ലൂക്ക 22:45. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം തളർന്നുറങ്ങുന്നത് കണ്ടു. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്ന യേശു എന്താണ് കണ്ടത്? ഉത്തരം: അവർ വ്യസനം നിമിത്തം തളർന്നുറങ്ങുന്നത് കണ്ടു. അവർ വ്യസനം നിമിത്തം തളർന്നുറങ്ങുന്നത് കണ്ടു. ലൂക്ക 22:46. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. വ്യസനം നിമിത്തം തളർന്നുറങ്ങുന്ന ശിഷ്യന്മാരോട് യേശു എന്താണ് ചോദിച്ചത്? നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത്? ഉത്തരം: ഉണർന്നിരുന്ന്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ലൂക്ക 22:47. അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനക്കൂട്ടം അവിടെ വന്നു. 12 പേരിൽ ഒരുവനായ യൂദാസാണ് അവരുടെ മുമ്പിൽ നടന്നിരുന്നത്. യേശുവിനെ ചുംബിക്കാൻ അവൻ മുമ്പോട്ട് വന്നു. യേശു ശിഷ്യന്മാരോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ വന്നത് ആരാണ്? ഉത്തരം: ഒരു ജനക്കൂട്ടം. എപ്പോഴാണ് ഒരു ജനക്കൂട്ടം ഒലിവുമലയിലേക്ക് വന്നത്? ഉത്തരം: യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ശിഷ്യന്മാരോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ. യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ശിഷ്യന്മാരോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ജനക്കൂട്ടം ഒലിവുമലയിലേക്ക് വന്നത്. ആരാണ് ജനക്കൂട്ടത്തിന്റെ മുൻപിൽ നടന്നിരുന്നത്? ഉത്തരം: 12 പേരിൽ ഒരുവനായ യൂദാസ്. ജനക്കൂട്ടത്തിന് മുൻപിൽ നടന്നിരുന്ന യൂദാസ് എന്താണ് ചെയ്തത്? ഉത്തരം: യേശുവിനെ ചുംബിക്കാൻ മുൻപോട്ട് വന്നു. ലൂക്ക 22:48. യേശു അവനോട് ചോദിച്ചു, യൂദാസെ, ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? യേശുവിനെ ചുംബിക്കാൻ മുൻപോട്ട് വന്ന യൂദാസിനോട് അവിടുന്ന് എന്താണ് ചോദിച്ചത്? യൂദാസെ, ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? യൂദാസെ, ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത് എന്നാണ് യേശു തന്നെ ചുംബിക്കാൻ മുൻപോട്ട് വന്ന യൂദാസിനോട് ചോദിച്ചത്. ലൂക്ക 22:49. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടപ്പോൾ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവർ, കർത്താവെ, ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ എന്ന് ചോദിച്ചു. കർത്താവെ, ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ എന്ന് യേശുവിനോട് ചോദിച്ചത് ആരാണ്? ഉത്തരം: കൂടെ ഉണ്ടായിരുന്നവർ. എപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്നവർ കർത്താവെ, ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ എന്ന് ചോദിച്ചത്? ഉത്തരം: എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടപ്പോൾ. ലൂക്ക 22:50. അവരിലൊരുവൻ പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവന്റെ വലതു ചെവി ഛേദിച്ചു. ആരാണ് പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവന്റെ വലതു ചെവി ഛേദിച്ചത്? ഉത്തരം: അവരിലൊരുവൻ. അവരിലൊരുവൻ ആരുടെ വലതു ചെവിയാണ് ഛേദിച്ചത്? ഉത്തരം: പ്രധാന പുരോഹിതന്റെ സേവകന്റെ. പ്രധാന പുരോഹിതന്റെ സേവകന്റെ വലതു ചെവിയാണ് അവരിൽ ഒരുവൻ ഛേദിച്ചത്. ലൂക്ക 22:51. അത് കണ്ട് യേശു പറഞ്ഞു, നിർത്തു. അനന്തരം യേശു അവന്റെ ചെവി തൊട്ട് അവനെ സുഖപ്പെടുത്തി. യേശു എങ്ങനെയാണ് പ്രധാന പുരോഹിതന്റെ സേവകനെ സുഖപ്പെടുത്തിയത്? ഉത്തരം: തൊട്ട്. ലൂക്ക 22:52. അപ്പോൾ യേശു തനിക്കെതിരായി വന്ന പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും പറഞ്ഞു, കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ? കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ എന്ന് യേശു ആരോടാണ് ചോദിച്ചത്? ഉത്തരം: തനിക്കെതിരായി വന്ന പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും. യേശുവിനെതിരായി വന്നത് ആരാണ്? ഉത്തരം: പുരോഹിത പ്രമുഖന്മാർ, ദേവാലയ സേനാധിപന്മാർ, ജനപ്രമാണികൾ. ലൂക്ക 22:53. ഞാൻ നിങ്ങളോടുകൂടി എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിന്റെ ആധിപത്യവും. ഇപ്പോൾ ഇത് നിങ്ങളുടെ സമയമാണ് എന്ന് യേശു ആരോട് എപ്പോഴാണ് പറഞ്ഞത്? ഉത്തരം: പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും. അവർ കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി യേശുവിനെതിരായി വന്നപ്പോൾ. തന്നെ പിടിക്കാൻ വന്നവരോടുകൂടെ യേശു എല്ലാ ദിവസവും എവിടെയാണ് ഉണ്ടായിരുന്നത്? ഉത്തരം: ദേവാലയത്തിൽ. അടുത്ത ചോദ്യം പൂരിപ്പിക്കുവാനാണ്. ചോദ്യം: ഇപ്പോൾ ഇത് നിങ്ങളുടെ ഡാഷിന്റെ ആധിപത്യവും. ഉത്തരം: ഇപ്പോൾ ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിന്റെ ആധിപത്യവും. ആദ്യത്തേത് സമയമാണ്, രണ്ടാമത്തേത് അന്ധകാരത്തിന്റെ. ലൂക്ക 22:54.
അവർ അവനെ പിടിച്ച് പ്രധാനാചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. അവർ യേശുവിനെ പിടിച്ച് എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ഉത്തരം, പ്രധാനാചാര്യന്റെ വീട്ടിലേക്ക്. പ്രധാനാചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയ യേശുവിനെ അകലെയായി അനുഗമിച്ചിരുന്നത് ആരാണ്? ഉത്തരം, പത്രോസ്. ലൂക്ക 22:55. അവർ നടുമുറ്റത്ത് തീ കൂട്ടി അതിനു ചുറ്റും ഇരുന്നപ്പോൾ പത്രോസും അവരോടുകൂടെ ഇരുന്നു. അവർ തീ കൂട്ടിയത് എവിടെയാണ്? ഉത്തരം, പ്രധാനാചാര്യന്റെ വീടിന്റെ നടുമുറ്റത്ത്. പ്രധാനാചാര്യന്റെ വീടിന്റെ നടുമുറ്റത്താണ് അവർ തീ കൂട്ടിയത്. ലൂക്ക 22:56. അവൻ തീക്കരികെ ഇരിക്കുന്നത് കണ്ട് ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇവനും അവനോടുകൂടെ ആയിരുന്നു. പത്രോസ് എവിടെ ഇരിക്കുന്നതാണ് പരിചാരിക കണ്ടത്? ഉത്തരം, തീക്കരികെ. ഇവനും അവനോടുകൂടെ ആയിരുന്നു എന്ന് പരിചാരിക എങ്ങനെ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഉത്തരം, സൂക്ഷിച്ചു നോക്കിയിട്ട് പത്രോസിനെ കുറിച്ച്. ലൂക്ക 22:57. എന്നാൽ പത്രോസ് അത് നിഷേധിച്ച്, സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞു. സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല എന്ന് ആരോട് എപ്രകാരമാണ് പറഞ്ഞത്? ഉത്തരം, പത്രോസ് പ്രധാനാചാര്യന്റെ പരിചാരികയോട് നിഷേധിച്ച്. പത്രോസ് പ്രധാന ആചാര്യന്റെ പരിചാരികയോട് നിഷേധിച്ച് പറഞ്ഞു. ലൂക്ക 22:58. അല്പം കഴിഞ്ഞ് വേറൊരാൾ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു, നീയും അവരിൽ ഒരുവനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, മനുഷ്യ, ഞാനല്ല. സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല എന്ന് പത്രോസ് നിഷേധിച്ചു പറഞ്ഞ് അല്പം കഴിഞ്ഞപ്പോൾ വേറെ ഒരാൾ എന്താണ് പറഞ്ഞത്? ഉത്തരം, നീയും അവരിൽ ഒരുവനാണ്. മനുഷ്യ, ഞാനല്ല എന്ന് ആരോടാണ് പറഞ്ഞത്? ഉത്തരം, പത്രോസ് നീയും അവരിൽ ഒരുവനാണ് എന്ന് പറഞ്ഞ വേറൊരാളോട്. ലൂക്ക 22:59. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ ഉറപ്പിച്ചു പറഞ്ഞു, തീർച്ചയായും ഈ മനുഷ്യനും അവനോട് കൂടെ ആയിരുന്നു. ഇവനും ഗലീലിയക്കാരനാണല്ലോ. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ എന്താണ് ഉറപ്പിച്ചു പറഞ്ഞത്? ഉത്തരം, തീർച്ചയായും ഈ മനുഷ്യനും അവനോട് കൂടെ ആയിരുന്നു. ഇവൻ ഗലീലിയക്കാരനാണല്ലോ. ലൂക്ക 22:60. പത്രോസ് പറഞ്ഞു, മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി. കോഴി എപ്പോഴാണ് കൂവിയത്? മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ. ലൂക്ക 22:61. കർത്താവ് പത്രോസിന്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. കർത്താവ് എപ്പോഴാണ് പത്രോസിന്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കിയത്? ഉത്തരം, കോഴി കൂവിയപ്പോൾ. യേശു പത്രോസിനെ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം പത്രോസ് ഓർമ്മിച്ചു. എപ്പോഴാണ് പത്രോസ് പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞത്? ഉത്തരം, കർത്താവ് പത്രോസിന്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കിയപ്പോൾ. കർത്താവ് പത്രോസിന്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കിയപ്പോൾ പത്രോസ് എങ്ങനെയാണ് കരഞ്ഞത്? ഉത്തരം, അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. ലൂക്ക 22:63. യേശുവിന് കാവൽ നിന്നിരുന്നവർ അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. യേശുവിന് കാവൽ നിന്നിരുന്നവർ എന്തൊക്കെയാണ് അവനെ ചെയ്തത്? ഉത്തരം, അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. ആരാണ് യേശുവിനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തത്? ഉത്തരം, യേശുവിന് കാവൽ നിന്നിരുന്നവർ. ലൂക്ക 22:64. അവർ അവന്റെ കണ്ണുകൾ മൂടിക്കൊണ്ട്, നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞു. അവന്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക എന്ന് യേശുവിനോട് പറഞ്ഞത് ആരാണ്? ഉത്തരം, യേശുവിന് കാവൽ നിന്നിരുന്നവർ. ലൂക്ക 22:65. അവർ അവനെ അധിക്ഷേപിച്ച് അവനെതിരായി പലതും പറഞ്ഞു. അവർ അവനെ അധിക്ഷേപിച്ച് അവനെതിരായി പലതും പറഞ്ഞു. ലൂക്ക 22:65. യേശുവിനെ അധിക്ഷേപിച്ച് അവനെതിരായി പലതും പറഞ്ഞത് ആരാണ്? ഉത്തരം, യേശുവിന് കാവൽ നിന്നിരുന്നവർ. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിലെ അവസാനത്തെ ശീർഷകം ഏതാണ്? ഉത്തരം, ന്യായാധിപക സംഘത്തിന്റെ മുമ്പിൽ. ന്യായാധിപക സംഘത്തിന്റെ മുമ്പിൽ എന്ന ഈ ശീർഷകത്തില് 66 മുതൽ 71 വരെയുള്ള വാക്യങ്ങളാണുള്ളത്. ലൂക്ക 22:66. പ്രഭാതമായപ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം സമ്മേളിച്ചു. അവർ അവനെ തങ്ങളുടെ സംഘത്തിലേക്ക് കൊണ്ടുവന്നു പറഞ്ഞു. പ്രഭാതമായപ്പോൾ സമ്മേളിച്ചവർ ആരാണ്? ഉത്തരം, പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം എപ്പോഴാണ് സമ്മേളിച്ചത്? ഉത്തരം, പ്രഭാതമായപ്പോൾ. ലൂക്ക 22:67. നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക. അവൻ അവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം അവനെ തങ്ങളുടെ സംഘത്തിലേക്ക് കൊണ്ടുവന്ന് എന്താണ് യേശുവിനോട് പറഞ്ഞത്? ഉത്തരം, നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക.
നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക എന്നാവശ്യപ്പെട്ട ജനപ്രമാണികളുടെ സംഘത്തോട് യേശു എന്താണ് പറഞ്ഞത്? ഉത്തരം: ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഉത്തരം: പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘത്തോട്. ലൂക്ക 22:68. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരികയുമില്ല. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരികയുമില്ല എന്ന് യേശു ആരോടാണ് പറയുന്നത്? ഉത്തരം: നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക എന്നാവശ്യപ്പെട്ട പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘത്തോട്. ലൂക്ക 22:69. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതുവശത്തിരിക്കും. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതുവശത്തിരിക്കുമെന്ന് ഈശോ ആരോട് എപ്പോഴാണ് പറയുന്നത്? ഉത്തരം: നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക എന്നാവശ്യപ്പെട്ട പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘത്തോട്. ഇപ്പോൾ മുതൽ ആരാണ് ദൈവശക്തിയുടെ വലതുവശത്തിരിക്കുന്നത്? ഉത്തരം: മനുഷ്യപുത്രൻ. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ എവിടെയാണ് ഇരിക്കുന്നത്? ഉത്തരം: ദൈവശക്തിയുടെ വലതുവശത്ത്. എപ്പോൾ മുതലാണ് മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതുവശത്തിരിക്കുന്നത്? ഉത്തരം: നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക എന്ന് ജനപ്രമാണികളുടെ സംഘം ആവശ്യപ്പെട്ടപ്പോൾ മുതൽ. ലൂക്ക 22:70. അവരെല്ലാവരും കൂടെ ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ? അവൻ പറഞ്ഞു, നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാനാണെന്ന്. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതുവശത്ത് ഇരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടെ എന്താണ് ചോദിച്ചത്? ഉത്തരം: അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ? അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ എന്ന് ആരാണ് യേശുവിനോട് ചോദിച്ചത്? ഉത്തരം: ജനപ്രമാണികളുടെ സംഘം. ലൂക്ക 22:71. അവർ പറഞ്ഞു, ഇനി നമുക്ക് വേറെ സാക്ഷ്യം എന്തിന്? അവന്റെ നാവിൽ നിന്ന് തന്നെ നാം അത് കേട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ സാക്ഷ്യം എന്തിന് എന്ന് അവർ ചോദിക്കുവാൻ കാരണമായി പറഞ്ഞത് എന്താണ്? ഉത്തരം: അവന്റെ നാവിൽ നിന്ന് തന്നെ നാം അത് കേട്ട് കഴിഞ്ഞു. അവന്റെ നാവിൽ നിന്ന് തന്നെ നാം അത് കേട്ട് കഴിഞ്ഞു. ലൂക്ക 22:69 തുല്യമായ മറ്റൊരു വചനഭാഗം ഏതാണ്? ഉത്തരം: സങ്കീർത്തനം 110:1. ലൂക്ക 22 മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗങ്ങൾ ഏതാണ്? ഉത്തരം: പണവും വാളും കരുതുക എന്ന ശീർഷകത്തിൽ വന്നിരിക്കുന്ന വചനഭാഗങ്ങൾ 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. ലൂക്ക മാത്രമാണ് ഈ വചനഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പണവും വാളും കരുതുക 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ രേഖപ്പെടുത്താത്തതും എന്നാൽ സമാന്തര സുവിശേഷങ്ങളിലും 1 കോരിന്തോസിലും ഉള്ളതുമായ വചനഭാഗങ്ങൾ ഏതാണ്? ഉത്തരം: പുതിയ ഉടമ്പടി. 14 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് പുതിയ ഉടമ്പടിയിലുള്ളത്. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.